ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ബാക്ക് ടു കെൻ ലേൺ അക്കാദമി. നമ്മളിന്ന് നോക്കുന്നത് കായിക ലോകത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച 2023 കംപ്ലീറ്റ് കായിക ലോകം ക്വസ്റ്റ്യൻസ്. T20 ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം. 2020 ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം ഹർമൻ പ്രീത് കൗർ. ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലാസ്. ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടലാസ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ബ്രാൻഡ് അംബാസിഡറായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. 15ാമത് ഹോക്കി ലോകകപ്പിന്റെ വിജയികൾ ജർമ്മനി. 15ാമത് ഹോക്കി ലോകകപ്പിന്റെ വിജയികൾ ജർമ്മനി. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാട്. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആര്? യു ഷറഫ് അലി. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആര്? യു ഷറഫ് അലി. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൌദ് അൽ അസ്മറി. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൌദ് അൽ അസ്മറി. ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ 13 നേടിയ റെക്കോർഡിന് ഉടമയായ ഏത് ഫ്രഞ്ച് ഫുട്ബോളർ ഇതിഹാസമാണ് അടുത്തിടെ അന്തരിച്ചത്? ജസ്റ്റ് ഫോണ്ടെയിൻ. ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ, അതായത് 13 നേടിയ റെക്കോർഡിന് ഉടമയായ ഏത് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസമാണ് അടുത്തിടെ അന്തരിച്ചത്? ജസ്റ്റ് ഫോണ്ടെയിൻ. ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാര്? ജിയാനി ഇൻഫെന്റിനോ. ഫിഫയുടെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതാര്? ജിയാനി ഇൻഫെന്റിനോ. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആര്? ആര്യാന സബലങ്ക. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആര്? ആര്യാന സബലങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം സിംഗിൾസിൽ കിരീടം നേടി. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആര്? ആര്യാന സബലങ്ക. 2022 അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അഷറഫ് ഹക്കീമി. 2022 അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അഷറഫ് ഹക്കീമി. മൊറോക്കൻ ഫുട്ബോൾ താരമാണ് അഷ്റഫ് ഹക്കീമി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2023 അന്തരിച്ച തുളസിദാസ് ബൽറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. 2023 അന്തരിച്ച തുളസിദാസ് ബൽറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്? അൽ നസർ. പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്? അൽ നസർ. മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് റയൽ മാഡ്രിഡ്. സൗദി ക്ലബ് അൽ ഹിലാലിനെ ഫൈനലിൽ തോൽപ്പിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് നേടിയത് സൗരാഷ്ട്ര. 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്ര. ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻഡ ക്ലാർക്ക്. ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻഡ ക്ലാർക്ക് സിഡ്നി ഗ്രൗണ്ടിലാണ് പ്രതിമ സ്ഥാപിക്കപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം 6ാം തവണയും നേടിയ രാജ്യം ഓസ്ട്രേലിയ. 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം 6ാം തവണയും നേടിയ രാജ്യം ഓസ്ട്രേലിയ.
രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യ താരം ജയദേവ് ഉനദ്ഘട്ട്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യ താരം ജയദേവ് ഉനദ്ഘട്ട്. ICCയുടെ 2022 മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയതാര്? ബാബർ അസം. ICCയുടെ 2022 മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയതാര്? ബാബർ അസം. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ. ICCയുടെ 2022 മികച്ച T20 ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സൂര്യകുമാർ യാദവ്. ICCയുടെ 2022 മികച്ച T20 ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? സൂര്യകുമാർ യാദവ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ വേദി മധ്യപ്രദേശ്. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏത്? ഇന്ത്യ. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ-19 വനിതാ T20 ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏത്? ഇന്ത്യ. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതർന കാമ്പോസ്. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതർന കാമ്പോസ്. 2023 വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. 2023 വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. പോളോ കളിക്കാരന്റെ 120 അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർച്ചിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ്? ഇംഫാൽ, മണിപ്പൂരിലാണ്. പോളോ കളിക്കാരന്റെ 120 അടി ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർച്ചിങ് പോളോ കോംപ്ലക്സ് എവിടെയാണ്? ഇംഫാൽ, മണിപ്പൂർ. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയതാര്? നൊവാക് ജോക്കോവിച്ച്. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? നൊവാക് ജോക്കോവിച്ച്. ഇന്ത്യയിൽ നടന്ന 15ാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ. ഇന്ത്യയിൽ നടന്ന 15ാമത് ഹോക്കി ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏത്? മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയ ടീം ഏത്? മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് ടൂർണമെന്റിന്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ്. 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടിയെത്തിയ ആദ്യ താരം ആരാണ്? 2023 അന്തരിച്ചു. ജിം ഹൈൻസ്, അമേരിക്ക. ജിം ഹൈൻസ്. 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ ഓടിയെത്തിയ ആദ്യ താരം ആരാണ്? ജിം ഹൈൻസ്. 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ATK മോഹൻ ബഗാൻ. 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ATK മോഹൻ ബഗാൻ. 2023 ഇന്ത്യയിൽ, അതായത് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയവർ: ലവ്ലിന ബൊറോഹൻ, നിഖാത് സരീൻ, നീതു ഘൻഘാസ്, സ്വീറ്റി ബുറ. 2023 ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിംഗിൽ സ്വർണം നേടിയവർ: ലവ്ലിന ബൊറോഹൻ, നിഖാത് സരീൻ, നീതു ഘൻഘാസ്, സ്വീറ്റി ബുറ. ലോക വനിതാ ബോക്സിംഗിന്റെ ഭാഗ്യചിഹ്നം വീര. ലോക വനിതാ ബോക്സിംഗിന്റെ ഭാഗ്യചിഹ്നം വീര. മേരികോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന താരമാര്? നിഖാത് സരീൻ. മേരികോമിന് ശേഷം ലോക വനിതാ ബോക്സിംഗിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാകുന്ന താരമാര്? നിഖാത് സരീൻ. ATP മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ. ATP മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ.
2023 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയവർ ദീപക് ബോറിയ, മുഹമ്മദ് ഹുസാമുദ്ദീൻ, നിഷാന്ത് ദേവ്. 2023 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയവർ ദീപക് ബോറിയ 51 കിലോഗ്രാം, മുഹമ്മദ് ഹുസാമുദ്ദീൻ 57 കിലോഗ്രാം, നിഷാന്ത് ദേവ് 71 കിലോഗ്രാം. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ, നോർവേ ആണ് സ്വദേശം. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ. ഇന്ത്യൻ ചെസ് താരം ആർ പ്രജ്ഞാനന്ദയെ ടൈം ബ്രേക്കറിൽ മറികടന്നാണ് കിരീടം നേടിയത്. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ. വിശ്വനാഥൻ ആനന്ദിനു ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആർ പ്രജ്ഞാനന്ദ. രണ്ടായിരത്തി 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാര് ഡിങ് ലിറിൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാര് ഡിങ് ലിറിൻ. റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപ്പോഷ്നിഷയെ പരാജയപ്പെടുത്തി. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാര് ഡിങ് ലിറൻ. റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഇയാൻ നിപ്പോഷ്നിഷയെ പരാജയപ്പെടുത്തി. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ചൈനീസ് താരം ഡിങ് ലിറൻ. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ചൈനീസ് താരം ഡിങ് ലിറൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താന, കസാക്കിസ്ഥാൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അസ്താന, കസാക്കിസ്ഥാൻ. ഇനി നമുക്ക് IPL 2023 IPL 2023 IPLന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. IPL 2023 2023 ക്രിക്കറ്റ് കിരീടം നേടിയതാര്? ചെന്നൈ സൂപ്പർ കിങ്സ്. IPL 2023 ക്രിക്കറ്റ് കിരീടം നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സ്. IPL 2023 ഓറഞ്ച് ക്യാപ്പ് നേടിയത് ശുഭ്മാൻ ഗിൽ. പർപ്പിൾ ക്യാപ്പ് നേടിയത് മുഹമ്മദ് ഷമി. എമർജിംഗ് പ്ലെയർ യശസ്വി ജയ്സ്വാൾ. ഓറഞ്ച് ക്യാപ്പ് ശുഭ്മാൻ ഗിൽ, പർപ്പിൾ ക്യാപ്പ് മുഹമ്മദ് ഷമി, എമർജിംഗ് പ്ലെയർ യശസ്വി ജയ്സ്വാൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 200 മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ MS ധോണി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 200 മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ MS ധോണി. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഹാരി ബ്രൂക്ക്. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഹാരി ബ്രൂക്ക്. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വെങ്കിടേഷ് അയ്യർ. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വെങ്കിടേഷ് അയ്യർ. IPL ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ഏത് താരമാണ്? തുഷാർ ദേശ്പാണ്ഡെ. IPL ക്രിക്കറ്റ് ചരിത്രത്തിൽ ആദ്യ ഇമ്പാക്ട് പ്ലെയർ ആയത് ഏത് താരമാണ്? തുഷാർ ദേശ്പാണ്ഡെ. IPL കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണി. IPL കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണി. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻപ്രീത് കൗർ. വിസ്ഡൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ഹർമൻപ്രീത് കൗർ. 2023 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈ. 2023 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെന്റിന് ആതിഥേയത്വം വഹിച്ചത് ചെന്നൈ. 2026 നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എത്ര? 48. വേദി അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2026 നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം 48. വേദി അമേരിക്ക, കാനഡ, മെക്സിക്കോ. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായത് കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, സൗദി അറേബ്യ. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയായത്
കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, സൗദി അറേബ്യ. ആദ്യമായിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് സന്തോഷ് ട്രോഫി മത്സരങ്ങൾക്ക് വേദിയാകുന്നത്. കിങ് ഫഹദ് ഇന്റർനാഷണൽ സ്റ്റേഡിയം, സൗദി അറേബ്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ് ഏത്? കേരള ബ്ലാസ്റ്റേഴ്സ്. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ് ഏത്? കേരള ബ്ലാസ്റ്റേഴ്സ്. അർജുന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സലീം ദുറാനി. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. അർജുന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സലീം ദുറാനി. അദ്ദേഹം ഈ അടുത്തിടെ അന്തരിച്ചു. 2023 ലോക വനിതാ ചെസ് ജേതാവ് ചു വെൻചുൻ, ചൈന. 2023 ലോക വനിതാ ചെസ് ജേതാവ് ചു വെൻചുൻ, ചൈന. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകം. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകം. 2023 ഫിഫ അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യം അർജന്റീന. 2023 ഫിഫ അണ്ടർ-20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യം അർജന്റീന. മുൻപ് ഇന്തോനേഷ്യയിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനിച്ചത്, പക്ഷെ വേദിയായ രാജ്യം അർജന്റീന. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒരു സീസണിൽ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ്? മുഹമ്മദ് സലാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒരു സീസണിൽ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ റെക്കോർഡ് ആർക്കാണ്? മുഹമ്മദ് സലാം. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ FC. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഒഡീഷ FC. വിസ്ഡൺ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ്. വിസ്ഡൺ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ബെൻ സ്റ്റോക്സ്. ഏത് ക്രിക്കറ്റ് താരത്തിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800, 800? മുത്തയ്യ മുരളീധരൻ. ഏത് ക്രിക്കറ്റ് താരത്തിന്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800, 800? മുത്തയ്യ മുരളീധരൻ. ഏഷ്യൻ ചെസ് ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ്. ഏഷ്യൻ ചെസ് ഫെഡറേഷന്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി. ആർ പ്രജ്ഞാനന്ദയുടെ സഹോദരിയാണ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3ാമത്തെ ഇന്ത്യൻ വനിത ആർ വൈശാലി. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാമതെത്തിയ രാജ്യം അർജന്റീന. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1ാമതെത്തിയ രാജ്യം അർജന്റീന. ഇന്ത്യ 101ാമത്. 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ വേദി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. 2023 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ വേദി ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. 2023 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ടാസുനി, പെൻഗ്വിൻ ടാസുനി. 2023 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ടാസുനി, പെൻഗ്വിൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരം സൺ ഹ്യോങ് മിൻ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരം സൺ ഹ്യോങ് മിൻ. പ്രഥമ ഫൈനലിസിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇംഗ്ലണ്ട്. പ്രഥമ ഫൈനലിസിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇംഗ്ലണ്ട്. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈ. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ചെന്നൈ. 2023 ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2023 ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഹൈജമ്പിൽ ഫോസ്ബെറി ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ച കായിക താരം ഡിക്ക് ഫോസ്ബെറി. ഹൈജമ്പിൽ ഫോസ്ബെറി ഫ്ലോപ്പ് ആദ്യമായി അവതരിപ്പിച്ച കായിക താരം ഡിക്ക് ഫോസ്ബെറി. പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡിട്ടതാര് ജസ്വിൻ ആൾഡ്രിൻ. 8.42 മീറ്റർ ആണ്.
പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ടതാര്? ജസ്വിൻ ആൽഡ്രിൻ, 8.42 മീറ്റർ. പ്രൈം വോളി കിരീടം നേടിയതാര്? അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ്. പ്രൈം വോളി കിരീടം നേടിയ ടീം അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ്. ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി രാംപാൽ. ഏത് വനിതാ ഹോക്കി താരത്തിന്റെ പേരിലാണ് ആദ്യമായി ഒരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി രാംപാൽ. മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയാതിക്രമങ്ങൾക്കെതിരെ ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി നിയമിച്ചതാരെ? വിനീഷ്യസ് ജൂനിയർ. മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയാതിക്രമങ്ങൾക്കെതിരായ ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി നിയമിച്ചതാരെ? വിനീഷ്യസ് ജൂനിയർ. നമുക്ക് ലോറസ് പുരസ്കാരങ്ങൾ നോക്കാം. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയതാരാണ്? ലയണൽ മെസ്സി. മികച്ച താരത്തിനുള്ള ലോറസ് പുരസ്കാരം 2ാം തവണയാണ് മെസ്സി സ്വന്തമാക്കുന്നത്. 2022 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. മികച്ച വനിതാ കായിക താരം ഷെല്ലി ആൻ ഫ്രൈസർ. മികച്ച ടീമിനുള്ള പുരസ്കാരം അർജന്റീന ഫുട്ബോൾ ടീം. ബ്രേക്ക് ത്രൂ പുരസ്കാരം കാർലോസ് അൽക്കാരസ്. തിരിച്ചുവരവിനുള്ള പുരസ്കാരം ക്രിസ്ത്യൻ എറിക്സൺ. ലോറസ് പുരസ്കാരത്തിൽ മികച്ച പുരുഷ കായിക താരം ലയണൽ മെസ്സി, മികച്ച വനിതാ കായിക താരം ഷെല്ലി ആൻ ഫ്രൈസർ, മികച്ച ടീം അർജന്റീന ഫുട്ബോൾ ടീം, ബ്രേക്ക് ത്രൂ പുരസ്കാരം കാർലോസ് അൽക്കാരസ്, തിരിച്ചുവരവിനുള്ള പുരസ്കാരം ക്രിസ്ത്യൻ എറിക്സൺ. ഇനി നമുക്ക് ക്രിക്കറ്റ് ഏകദിന ലോകകപ്പ് 2023 ക്വസ്റ്റ്യൻസ് നോക്കാം. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. 2023 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ബ്ലേഡ്സ് ആൻഡ് ടോങ്. 2023 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ബ്ലേഡ്സ് ആൻഡ് ടോങ്. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷ്ൻ ബോലെ. 2023 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ദിൽ ജഷ്ൻ ബോലെ. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആസ്ട്രേലിയക്ക്. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആസ്ട്രേലിയക്ക്. ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത്. ആസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണ്. ആസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരമായും ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടൂർണമെന്റിലെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ആസ്ട്രേലിയക്കാണ്. ഫൈനലിൽ ഇന്ത്യയാണ് ആസ്ട്രേലിയ പരാജയപ്പെടുത്തിയത്. ആസ്ട്രേലിയയുടെ 6ാം ലോകകപ്പ് കിരീടമാണിത്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ഫൈനലിലെ താരമായും ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടൂർണമെന്റിലെ താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു. ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഓസ്ട്രേലിയൻ താരം ഗ്ലൈൻ മാക്സ്വെല്ലിന്. 40 പന്തുകളിലാണ് സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഗ്ലൈൻ മാക്സ്വെല്ലിനാണ് ലോകകപ്പ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ ഓസ്ട്രേലിയൻ താരം. ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരം എർലിംഗ് ഹാലൻഡ്. ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ പുരുഷ താരം എർലിംഗ് ഹാലൻഡ്. ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതാ താരം സാം കെയർ. ഫുട്ബോൾ റൈറ്റേഴ്സ് അസോസിയേഷന്റെ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ വനിതാ താരം സാം കെയർ. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ്. സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിലെ ഫുട്ബോൾ ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതിന്റെയും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയതിന്റെയും റെക്കോർഡ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയതും ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം
ഇന്ത്യൻ ക്രിക്കറ്റ് നായകൻ രോഹിത് ശർമ്മ. സിക്സർ നേട്ടത്തിൽ ക്രിസ് ഗെയിലിനും സെഞ്ചുറി നേട്ടത്തിൽ സച്ചിൻ ടെണ്ടുൽക്കറുമാണ് മറികടന്നത്. രണ്ടാമത്തെ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ. ഇന്ത്യയെ തോൽപ്പിച്ചു. രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഓസ്ട്രേലിയ. രണ്ടാമത്തെ ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഓവൽ, ഇംഗ്ലണ്ട്. രണ്ടാമത് ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഓവൽ, ഇംഗ്ലണ്ട്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം ട്രാവിസ് ഹെഡ്. ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം ട്രാവിസ് ഹെഡ്. മെൽബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ MCC സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജൂലൻ ഗോസ്വാമി. മെൽബോൺ ക്രിക്കറ്റ് ക്ലബിന്റെ സമിതിയിൽ അംഗമായ മുൻ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ജൂലൻ ഗോസ്വാമി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം മിന്നുമണി. ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തുന്ന ആദ്യ മലയാളി താരം മിന്നുമണി. എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ കിരീടങ്ങളും സ്വന്തമാക്കുന്ന ആദ്യ ടീം. എല്ലാ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ കിരീടങ്ങളും സ്വന്തമാക്കുന്ന ആദ്യ ടീം ഓസ്ട്രേലിയ. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയത് ബംഗ്ലാദേശ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസിന്റെ അടിസ്ഥാനത്തിൽ 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയം നേടിയത് ബംഗ്ലാദേശ്. അഫ്ഗാനിസ്ഥാനെതിരെ 546 റൺസിന്റെ വിജയം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ അജിത് അഗാർക്കർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റി ചെയർമാനായി നിയമിതനായ മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ അജിത് അഗാർക്കർ. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഫൈനലിൽ കുവൈത്തിനെ പരാജയപ്പെടുത്തി. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് വേദിയായ രാജ്യം ഇന്ത്യ. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ടും നേടിയ താരം സുനിൽ ഛേത്രി. 2023 സാഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരവും ഗോൾഡൻ ബൂട്ട് പുരസ്കാരവും നേടിയ താരം സുനിൽ ഛേത്രി. SAFF സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രി. SAFF സാഫ് ചാമ്പ്യൻഷിപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം സുനിൽ ഛേത്രി. സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് FC ബാഴ്സലോണ. സ്പാനിഷ് ലാലിഗ ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ് FC ബാഴ്സലോണ. 2023 ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ സീരി എ കിരീടം നേടിയതാരാണ്? നാപ്പോളി. 2023 ഇറ്റാലിയൻ ലീഗ് ഫുട്ബോൾ സീരി എ കിരീടം നേടിയതാരാണ്? നാപ്പോളി. 2023 ഫ്രഞ്ച് ലീഗ് 1 കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ് PSG. 2023 ഫ്രഞ്ച് ലീഗ് 1 കിരീടം നേടിയ ഫുട്ബോൾ ക്ലബ് PSG. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മാഞ്ചസ്റ്റർ സിറ്റി. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ ടീം മാഞ്ചസ്റ്റർ സിറ്റി. സൗദി പ്രോ ലീഗ് കിരീടം നേടിയ ടീം അൽ ഇത്തിഹാദ്. സൗദി പ്രോ ലീഗ് കിരീടം നേടിയ ടീം അൽ ഇത്തിഹാദ്. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ചു. ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. ഫൈനലിൽ ലെബനനെ തോൽപ്പിച്ചു. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ഹെതൽ ഡേവ്. ഇന്ത്യയിലെ ഏക പ്രൊഫഷണൽ വനിതാ സുമോ ഗുസ്തി താരം ഹെതൽ ഡേവ്. യൂറോപ്പിൽ വെച്ച് ATP ചലഞ്ചർ ടൂർ ടെന്നീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം സുമിത് നാഗൽ. യൂറോപ്പിൽ വെച്ച് ATP ചലഞ്ചർ ടൂർ ടെന്നീസ് കിരീടം നേടിയ ആദ്യ ഇന്ത്യൻ താരം സുമിത് നാഗൽ.
ഇനി 69ാമത് നെഹ്റു ട്രോഫി ബോട്ട് റേസിനെ കുറിച്ച് നോക്കാം. 69th നെഹ്റു ട്രോഫി ബോട്ട് റേസ് 2023. 2023 ഓഗസ്റ്റിൽ നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടി. 2023 ഓഗസ്റ്റിൽ നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന ആനക്കുട്ടി. 2023 69ാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻവള്ളം വീയപുരം ചുണ്ടൻവള്ളം. പള്ളാത്തുരുത്തി ബ്ലോട്ട് ക്ലബ് തുഴഞ്ഞ വീയപുരം ചുണ്ടനാണ് കിരീടം നേടിയത്. 2023 69ാമത് നെഹ്റു ട്രോഫിയിൽ കിരീടം നേടിയ ചുണ്ടൻവള്ളം വീയപുരം ചുണ്ടൻവള്ളം. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കറാസ് സ്പെയിൻ. 2023 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കറാസ്. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക് താരം മാർക്കറ്റ വാൻഡ്രോഷോവ. 2023 വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ചെക്ക് റിപ്പബ്ലിക് താരം മാർക്കറ്റ വാൻഡ്രോഷോവ. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് ബാക്കു, അസർബൈജാൻ. ബാക്കു. 2023 ചെസ് ലോകകപ്പ് മത്സരങ്ങൾ നടന്നത് ബാക്കു, അസർബൈജാൻ. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബുഡാപെസ്റ്റ്, ഹംഗറി. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ബുഡാപെസ്റ്റ്, ഹംഗറി. 2023 ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണ മേഖല. 2023 ദുലീപ് ട്രോഫി കിരീടം നേടിയത് ദക്ഷിണ മേഖല. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി അബ്ദുള്ള അബൂബക്കർ. ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി അബ്ദുള്ള അബൂബക്കർ. രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ. രാജീവ് ഗാന്ധി ഗ്രാമീണ ഒളിമ്പിക്സ് മത്സരം സംഘടിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്ന സംസ്ഥാനം മധ്യപ്രദേശ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കൾ ഇന്ത്യ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇഗ സ്വിയാടെക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ വനിതാ വിഭാഗത്തിൽ കിരീടം നേടിയത് ഇഗ സ്വിയാടെക്. 2023 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി പാരീസ്. 2023 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി പാരീസ്. 24ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാങ്കോക്ക്, തായ്ലാന്റ്. ബാങ്കോക്ക്. ഭാഗ്യചിഹ്നം തായ് ഹനുമാൻ. 24ാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാങ്കോക്ക്, തായ്ലാന്റ്. ഭാഗ്യചിഹ്നം തായ് ഹനുമാൻ. 2023 അണ്ടർ-17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാൻ. 2023 അണ്ടർ-17 ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാൻ. കാനഡ ഓപ്പൺ സൂപ്പർ 500 സീരീസ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ലക്ഷ്യ സെൻ. കാനഡ ഓപ്പൺ സൂപ്പർ 500 സീരീസ് ബാഡ്മിന്റൺ കിരീടം നേടിയത് ലക്ഷ്യ സെൻ. 2023 നടന്ന 9ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. 32 ടീമുകൾ പങ്കെടുത്ത ആദ്യ വനിതാ ലോകകപ്പ് ഫുട്ബോളാണിത്. 2023 നടന്ന 9ാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ്. ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയർ നിതിൻ മേനോൻ. ആഷസ് ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം നിയന്ത്രിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ അമ്പയർ നിതിൻ മേനോൻ. ചെക്ക് ലേഡീസ് ഓപ്പൺ ജേതാവായ ഇന്ത്യൻ ഗോൾഫ് താരം ദിഷ ദാഗർ. ചെക്ക് ലേഡീസ് ഓപ്പൺ ജേതാവായ ഇന്ത്യൻ ഗോൾഫ് താരം ദിഷ ദാഗർ. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ്? മീരാഭായ് ചാനു. തുടർച്ചയായി 2 തവണ നേടിയ ആദ്യ താരമാണ് മീരാഭായ് ചാനു. 2022 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയതാരാണ്? മീരാഭായ് ചാനു.
2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ടസുനി എന്ന പെൻഗ്വിൻ. 2023 നടന്ന വനിതാ ഫുട്ബോൾ ലോകകപ്പിന്റെ ഭാഗ്യചിഹ്നം ടസുനി എന്ന പെൻഗ്വിൻ. വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം സ്പെയിൻ. വനിതാ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയ രാജ്യം സ്പെയിൻ. ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഉറുഗ്വായ്. ഫൈനലിൽ ഇറ്റലിയെ കീഴടക്കി. ഫിഫ അണ്ടർ-20 ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഉറുഗ്വായ്. ഫൈനലിൽ ഇറ്റലിയെ കീഴടക്കി. 3-ാം സ്ഥാനം നേടിയത് ഇസ്രായേൽ. കോൺകാക്കാഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം അമേരിക്ക. കോൺകാക്കാഫ് നേഷൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം അമേരിക്ക. 2023 നടക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2023 നടന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം സൗദി അറേബ്യ. 2025 നടക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം USA. 2025 നടക്കുന്ന ഫിഫ ക്ലബ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം USA. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനി. ഫൈനലിൽ ഫ്രാൻസിനെയാണ് പരാജയപ്പെടുത്തിയത്. ഫിഫ അണ്ടർ-17 ഫുട്ബോൾ വേൾഡ് കപ്പ് കിരീടം നേടിയത് ജർമ്മനി. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം വിക്ടർ ഒസിംഹന് കിട്ടി. നൈജീരിയക്കാരനാണ്. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം വിക്ടർ ഒസിംഹൻ. മികച്ച വനിതാ താരം അസീസാറ്റ് ഓഷോല, നൈജീരിയ. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദി ഇയർ പുരസ്കാരം വിക്ടർ ഒസിംഹൻ. മികച്ച വനിതാ താരം അസീസാറ്റ് ഒഷോല. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് വേൾഡ് ടൂർ സൂപ്പർ 100 ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി കിരൺ ജോർജ്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടിയ മലയാളി കിരൺ ജോർജ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യയിലെ പെല എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബ്. 2023 ഓഗസ്റ്റിൽ അന്തരിച്ച ഇന്ത്യൻ പെലെ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം മുഹമ്മദ് ഹബീബ്. യുവേഫയുടെ പ്രസിഡന്റ് ആരാണ്? അലക്സാണ്ടർ ഷെഫറിൻ. യുവേഫയുടെ പ്രസിഡന്റ് ആരാണ്? അലക്സാണ്ടർ ഷെഫറിൻ. ഇനി നമുക്ക് കുറച്ച് വ്യക്തിത്വങ്ങളെയും കൂടെ നമുക്ക് നോക്കാം. ലയണൽ മെസ്സി. ലയണൽ മെസ്സി ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ലയണൽ മെസ്സിയാണ്. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2022 ഏറ്റവും മികച്ച താരം ലയണൽ മെസ്സിയാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോൾ നേട്ടം പൂർത്തിയാക്കുന്ന 3-ാമത്തെ താരം ലയണൽ മെസ്സി. യൂറോപ്പിലെ ഏറ്റവും മികച്ച 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം ലയണൽ മെസ്സി. ടൈം മാഗസിന്റെ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നിലവിൽ ഏത് ക്ലബ്ബുമായാണ് കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്? ഇന്റർ മിയാമി. ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ 2022 ഏറ്റവും മികച്ച താരം. അന്താരാഷ്ട്ര ഫുട്ബോളിൽ 100 ഗോൾ നേട്ടം പൂർത്തിയാക്കുന്ന 3-ാമത്തെ താരം. യൂറോപ്പിലെ ഏറ്റവും മികച്ച 5 ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം. ടൈം മാഗസിൻ അത്ലറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് ലയണൽ മെസ്സി. അർജന്റീന ഫുട്ബോൾ താരം ലയണൽ മെസ്സി നിലവിൽ ഇന്റർ മിയാമി എന്ന ക്ലബ്ബുമായിട്ടാണ് കരാറിലേർപ്പെട്ടിട്ടുള്ളത്. അടുത്തതായി നീരജ് ചോപ്ര. നമുക്കറിയാം നീരജ് ചോപ്ര പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ജേതാവാണ്. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചു. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം. ഡയമണ്ട് ലീഗ് ഫൈനൽസിൽ ജാവലിൻ ത്രോയിൽ 2-ാം സ്ഥാനം. നീരജ് ചോപ്രയുടെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നീരജ് ചോപ്ര പുരുഷന്മാരുടെ ജാവലിൻ ത്രോ ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ താരമാണ് നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ജേതാവാണ്. 2023 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് നീരജ് ചോപ്രയാണ്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. സ്വിറ്റ്സർലാൻഡിലെ ലുസൈനിൽ നടന്ന ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. ഡയമണ്ട് ലീഗ് ഫൈനൽസിൽ ജാവലിൻ ത്രോയിൽ 2-ാം സ്ഥാനം നീരജ് ചോപ്ര.
ഇനി നമുക്ക് നെക്സ്റ്റ് സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി എന്നിവരെ കുറിച്ച് നോക്കാം. സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് കിരീടം നേടിയതോടെ ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷന്റെ സൂപ്പർ 1000 സീരീസ് ടൂർണമെന്റിൽ ജയിക്കുന്ന ആദ്യ ഇന്ത്യൻ സഖ്യം എന്ന നേട്ടം സ്വന്തമാക്കിയ താരങ്ങളാണ് സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ ഒന്നാം റാങ്ക് സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി സഖ്യം ലോക ബാഡ്മിന്റൺ ഡബിൾസിൽ ഒന്നാം റാങ്ക്. സ്വിസ് ഓപ്പൺ 2023 പുരുഷ ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരങ്ങൾ സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. സ്വിസ് ഓപ്പൺ 2023 പുരുഷ ഡബിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരങ്ങളാണ് സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടി. ഇരുവരും 2023 രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായി. സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി ആൻഡ് ചിരാഗ് ഷെട്ടിയാണ് 2023 പരമോന്നത കായിക പുരസ്കാരമായ ധ്യാൻചന്ദ് അവാർഡിന് അർഹരായവർ. ബാഡ്മിന്റണിലെ ഏറ്റവും വേഗമേറിയ സ്മാഷിന് ഉടമയായ ഇന്ത്യൻ താരം സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി. ബാഡ്മിന്റണിലെ ഏറ്റവും വേഗമേറിയ സ്മാഷിന് ഉടമയായ ഇന്ത്യൻ താരം സ്വാതിക് സായിരാജ് റങ്കി റെഡ്ഡി. നെക്സ്റ്റ് നമുക്ക് HS പ്രണോയിനെ കുറിച്ച് നോക്കാം. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ 2022 പുരസ്കാരം നേടിയ ബാഡ്മിന്റൺ താരമാണ് HS പ്രണോയ്. മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം എന്ന റെക്കോർഡ് നേടിയ മലയാളിയും HS പ്രണോയിയാണ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി HS പ്രണോയ്. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ 2022 പുരസ്കാരം നേടിയ ബാഡ്മിന്റൺ താരം, മലേഷ്യൻ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ താരം എന്ന റെക്കോർഡ് നേടിയ മലയാളി, ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി. തുടർച്ചയായ മൂന്നാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ലോക കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പന്. റെഡ്ബുൾ താരം മാക്സ് വെസ്റ്റപ്പൻ തുടർച്ചയായ മൂന്നാം തവണയും ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ലോക കിരീടം നേടിയത് മാക്സ് വെസ്റ്റപ്പൻ, റെഡ്ബുൾ. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനി, ഇന്ത്യ. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിലെ ലോങ് ഫോർമാറ്റിൽ കിരീടം നേടിയത് പങ്കജ് അദ്വാനി, ഇന്ത്യ. നെക്സ്റ്റ് നമുക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ കുറിച്ച് നോക്കാം. 200 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. 200 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫോർബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്ക് പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാനമെന്ന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫോർബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്ക് പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. 200 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന ആദ്യ പുരുഷ ഫുട്ബോൾ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. നെക്സ്റ്റ് നമുക്ക് നൊവാക് ജോക്കോവിച്ചിനെ കുറിച്ച് നോക്കാം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കിരീടം നേടിയ പ്രായം കൂടിയ താരം നൊവാക് ജോക്കോവിച്ച്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ കിരീടം നേടിയ പ്രായം കൂടിയ താരം നൊവാക് ജോക്കോവിച്ച്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. US ഓപ്പൺ 2023 നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം 24 കിരീടങ്ങൾ നേടിയ പുരുഷ ടെന്നീസ് താരം. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയ പുരുഷ ടെന്നീസ് താരം 24 കിരീടങ്ങളാണ് നൊവാക് ജോക്കോവിച്ച്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന മാർഗരറ്റ് കോർട്ടിന്റെ റെക്കോർഡിനൊപ്പം എത്തി. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം കിരീടമെന്ന മാർഗരറ്റ് കോർട്ടിന്റെ റെക്കോർഡിനൊപ്പം എത്തി. നെക്സ്റ്റ് നമുക്ക് M ശ്രീശങ്കറെ കുറിച്ച് നോക്കാം. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന്റെ ഭാഗമായി ഗ്രീസിൽ വെച്ച് നടന്ന ലോങ് ജമ്പ് അന്താരാഷ്ട്ര മത്സരത്തിൽ സ്വർണം നേടി. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന്റെ ഭാഗമായി ഗ്രീസിൽ വെച്ച് നടന്ന ലോങ് ജമ്പ് അന്താരാഷ്ട്ര മത്സരത്തിൽ സ്വർണം നേടി. പാരീസിൽ വെച്ച് നടന്ന ഡയമണ്ട് ലീഗിൽ ലോങ് ജമ്പിൽ 3ാം സ്ഥാനം നേടിയ മലയാളി M ശ്രീശങ്കർ. ബാങ്കോങ്ങിൽ നടന്ന 2023 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ താരമാണ് M ശ്രീശങ്കർ. 2024 പാരീസ് ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം M ശ്രീശങ്കർ.
2023 അർജുന അവാർഡ് നേടി. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം എം ശ്രീശങ്കറിന്. ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂർണമെന്റിന്റെ ഭാഗമായി ഗ്രീസിൽ വെച്ച് നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിന്റെ ഭാഗമായി ഗ്രീസിൽ വെച്ച് നടന്ന ലോങ് ജംപ് അന്താരാഷ്ട്ര മത്സരത്തിൽ സ്വർണം നേടി. പാരീസിൽ വെച്ച് നടന്ന ഡയമണ്ട് ലീഗിൽ ലോങ് ജമ്പിൽ 3-ാം സ്ഥാനം നേടിയ മലയാളി. ബാങ്കോക്കിൽ നടന്ന 2023 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം. 2024 പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരം. 2023 അർജുന അവാർഡ് നേടിയ എം ശ്രീശങ്കർ. ഈ വർഷത്തെ മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷന്റെ പുരസ്കാരം എം ശ്രീശങ്കർ. 2023 മികച്ച അത്ലറ്റുകൾ: പുരുഷ വിഭാഗം നോഹ ലൈൽസ്, വനിതാ വിഭാഗം ഫെയ്ത്ത കിപെഗിൻ. 2023 മികച്ച അത്ലറ്റുകൾ: US-ലെ നോഹ ലൈൽസ്, വനിതാ വിഭാഗം കെനിയയിലെ ഫെയ്ത്ത കിപ്പിയേഗൻ. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം 2021-22 ലഭിച്ച കായിക താരങ്ങൾ: എം ശ്രീശങ്കർ ലോങ് ജമ്പിൽ ലഭിച്ചു. അപർണ ബാലൻ ഷട്ടിൽ ബാഡ്മിന്റൺ. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഏർപ്പെടുത്തിയ GV രാജ പുരസ്കാരം ലഭിച്ചത് കായിക താരങ്ങൾ: എം ശ്രീശങ്കർ ലോങ് ജമ്പ്, അപർണ ബാലൻ ഷട്ടിൽ ബാഡ്മിന്റൺ. US ഓപ്പൺ വനിതാ കിരീടം കോക്കോ ഗഫ്. US ഓപ്പൺ വനിതാ കിരീടം കോക്കോ ഗഫ്. കുതിരസവാരിയിലെ ആഗോള സംഘടനയായ FEI ഇക്വസ്ട്രിയൻ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിലെ 4 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ചരിത്രം കുറിച്ച ആദ്യ ഇന്ത്യൻ വനിത നിത അഞ്ജും ചെലാട്ട് മലപ്പുറം സ്വദേശിനിയാണ്. കുതിരസവാരിയിലെ ആഗോള സംഘടനയായ FEI ഇക്വസ്ട്രിയൻ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിലെ 4 ഘട്ടങ്ങളും വിജയകരമായി പൂർത്തിയാക്കി ചരിത്രം കുറിച്ച ആദ്യ ഇന്ത്യൻ വനിത നിത അഞ്ജും ചെലാട്ട് മലപ്പുറം സ്വദേശിനി. അണ്ടർ-16 സാഫ് ഫുട്ബോൾ കിരീടം ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. അണ്ടർ-16 സാഫ് ഫുട്ബോൾ കിരീടം ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി. അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരം ലിയാൻഡർ പേസ് ഇന്ത്യ. അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യൻ താരം ലിയാൻഡർ പേസ് ഇന്ത്യ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ കമന്റ്സ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ കൊടുക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും, അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക് പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിലും, പിന്നെ അതേപോലെ തന്നെ മാത്സ് ആൻഡ് റീസണിങ്ങിന്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. മാക്സിമം ക്വസ്റ്റ്യൻസ് കേട്ട് പഠിക്കുക, എഴുതി പഠിക്കുക, കേട്ട് പഠിക്കുക. ഓക്കെ, അപ്പം മാക്സിമം ഓൾ ദ വെരി ബെസ്റ്റ്. ആക്ച്വലി ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. എല്ലാം നമുക്ക് ചോദിക്കുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. താങ്ക് യു.